റിപ്പോർട്ടർ ടി.വി. കുരുക്ഷേത്രം. ഇത് നയിക്കുന്നത് ഡോക്ടർ അരുൺ കുമാർ. വീണ്ടും സ്റ്റാർ വിതിര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്റ്റാർ വിതിര യൂട്യൂബ് ചാനൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ ചാനൽ അല്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ 3 രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും അണികളും ഒരുപോലെ ഒരുമിച്ചുള്ള സായന്ന ചർച്ച അവലോകനം ആയതുകൊണ്ടാണ് റിപ്പോർട്ടർ ടി.വിയുടെ കുരുക്ഷേത്രത്തിൽ സ്റ്റാർ വിതിരയും ഒപ്പം കൂടിയത്. കാണാം ഡോക്ടർ അരുൺ കുമാർ നയിക്കുന്ന ഈ പ്രോഗ്രാം. കുരുക്ഷേത്രം തത്സമയം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിതിരയിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. കടലോരം കൊണ്ട് വർക്കലയും മലയോരം കൊണ്ട് പൂടി ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടും ആറ്റിങ്ങലിന് ഇത്ര വികസനം മതിയോ? അങ്ങനെ ഇപ്പോഴും ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യമാണ്. എന്തുകൊണ്ട് അദ്ദേഹം വയനാട്ടിൽ മുമ്പും ബെല്ലാരിയിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്യാഗമല്ല, അത് ബീഹാറിൽ RJD-യുടെ ത്യാഗവും വിട്ടുവീഴ്ചയുമാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ത്യാഗവും വിട്ടുവീഴ്ചയുമാണ്. യുപിയിൽ സമാജ്വാദി പാർട്ടിയുടെ കോൺഗ്രസിന് രാഷ്ട്രീയ മേധാവിത്വമുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ അണികളെ പോലും സീറ്റ് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് കെട്ടുറപ്പ് നൽകാൻ, ഇന്ത്യ മുന്നണിയെ ദിശാബോധത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പരാജയപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോഴും 19 ഇടങ്ങളിൽ മാത്രം ഗൗരവത്തോടെ മത്സരിക്കുന്നത് നിങ്ങൾക്ക് ഈ കോൺഗ്രസിന്റെ സഹായമില്ലാതെ ഒരു ബദലിനെ കുറിച്ച് ചിന്തിക്കുന്നത് സാധ്യമാണോ? ഞങ്ങൾ 19 ഇടത്ത് ഗൗരവത്തോടുകൂടി മത്സരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഡോക്ടറുടെ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ത്യയിൽ 63 സീറ്റുകൾ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ജനോപകാരപ്രദമായിട്ടുള്ള ഞങ്ങൾ 19 ഇടത്ത് മത്സരിക്കുന്നു, 25 ഇടത്ത് മത്സരിക്കുന്നു എന്നുള്ളത് പ്രസക്തമല്ല. ഇവിടെ ഇടതുപക്ഷത്തിന് ശക്തി ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ജനോപകാരപ്രദമായ പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിന് എന്താ സാധ്യത? ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു കെട്ടുറപ്പുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വരും. ഈ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ ഈ കള്ള വാഗ്ദാനങ്ങൾ ഇനി ഇവിടെ വില പോകില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്യാസ് പോയല്ലോ. എല്ലാവരും CPM-ലുള്ളവർ ഇങ്ങോട്ട് വരും. ഇവിടെ കോൺഗ്രസ് ഇഷ്ടം പോലെ ആളുകളുണ്ട്. എങ്ങനെയാണ് നേതാക്കന്മാരെല്ലാം ആളുകൾ ഞാൻ ഫോൺ വർക്കിന് പോണ ഇവിടെ UDF-ന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു മെമ്പറാണ്. എനിക്കറിയാൻ ഇപ്പോൾ കോൺഗ്രസിന്റെ നല്ല ഒരു ചായമുണ്ട്. ഒരു 400 അടൂർ പ്രകാശം മണ്ഡലത്തിൽ തെറ്റു നോക്കിയിട്ടില്ല ആണോ? ഓക്കെ, എന്താ സാധ്യത? എന്തുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും പങ്കെടുക്കുന്നുണ്ട്? അടൂർ പ്രകാശ് ആണല്ലോ. സുഹൃത്തുക്കളിൽ പങ്കെടുക്കാൻ അടൂർ പ്രകാശ് വരുന്നതാണല്ലോ പറയുന്നത്. ആണോ? എന്താ സാധിക്കും? എന്താ സാധ്യത? എന്തുകൊണ്ട്? മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട്. ഗ്യാസിന്റെ വിലയൊക്കെ കൂടി കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിനൊക്കെ പ്രശ്നമില്ല. ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ തിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നൊരു ആരോപണമുണ്ടല്ലോ. ഒരു തവണ കൂടി അധികാരത്തിൽ നരേന്ദ്രമോദി വരണം. അതിന് ആറ്റിങ്ങലിൽ നിന്ന് വീണ്ടും ഇത് ചെയ്യും. ഓക്കെ, എന്താ സാധ്യത? ന്യൂനപക്ഷ അവകാശം സംരക്ഷിക്കാൻ കോൺഗ്രസ് ആണോ CPM ആണോ നല്ലത്? കോൺഗ്രസ് ആണ്. ഓക്കെ, എന്താ BJP തിരിച്ചുപിടിക്കും? എങ്ങനെ? ഒരു വോട്ടും പഴയ പോകില്ല, എല്ലാ വോട്ടും ബൂത്തിലെത്തും. BJPക്കാണ് സാധ്യത. എന്താ സാധ്യത? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അപുരുഷ വൈകുന്നല്ലോ. എന്തുകൊണ്ട്?
നല്ല ജനാധിപത്യം ജനങ്ങളെ തിരിച്ചറിയുന്ന രാഷ്ട്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അടൂർ പ്രകാശ് ജനങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അടൂർ പ്രകാശ് വഴിയിൽ പ്രകാശം വിളിച്ചു, കമ്മ്യൂണിസ്റ്റുകാർ ജീവിതത്തിൽ പ്രകാശം വിളിച്ചു. അതാണോ? ഓക്കെ, എന്താ സാധ്യത? എന്തുകൊണ്ട്? കിസാൻ സമ്മാൻ നിധി പ്രകാരം 6000 രൂപ കിട്ടുന്നു. പെൻഷൻ എത്ര കിട്ടുന്നു? സംസ്ഥാനത്തെ പെൻഷൻ എത്ര? 1000 കിട്ടുന്നല്ലേ? അപ്പൊ അങ്ങനെ ഒരു വർഷം എത്ര കിട്ടും? എന്താ സാധ്യത? ഈ നാട്ടിൽ നിന്ന് ജയിച്ചുപോയ അടൂർ പ്രകാശ് പിന്നെ ഒരു പിന്നോട്ടിയത് മാത്രമല്ല, ഇത് നോക്കിയിട്ട് അത് മാത്രമല്ല, ഇന്ന് നമ്മൾ കോൺഗ്രസ് വോട്ട് ചെയ്താൽ നാളെ BJP പോകും. സാർ കഴിഞ്ഞ പ്രാവശ്യം ഈ മുമ്പത്തെ ഇലക്ഷനില് മധ്യപ്രദേശിൽ വോട്ട് ചെയ്തത് കോൺഗ്രസിന്. 6 മാസം കഴിഞ്ഞപ്പോൾ കമൽനാഥ് മാറി BJP തവണ മുഖ്യമന്ത്രി കമലം പിരിക്കും. അതുപോലെ കോൺഗ്രസ് വോട്ട് ചെയ്യുക, BJPക്ക് പോയി സപ്പോർട്ട് ചെയ്യുക. അധികാരത്തിൽ വന്നെങ്കിൽ ഈ ജോലി ജയിക്കുക മാത്രമല്ല, കേരളത്തിലുള്ള 20 സീറ്റിൽ ജയിക്കണം. മതേതരത്തെ ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ, ഇനി നാളെ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ മതേതരത്തെ ഇന്ത്യയിൽ മതേതരത്തെ രാജ്യം ഭരിക്കുന്ന ഇന്ത്യ മുന്നണി തന്നെ അധികാരം. പക്ഷെ അടൂർ പ്രകാശിനെ നിങ്ങൾ എങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും? അദ്ദേഹം BJPയിലേക്ക് പോകുന്നു പറയുന്നില്ലല്ലോ. അദ്ദേഹം നമ്മൾ നിസ്സാരമായ ഒരു കാര്യം പറയാം. നമ്മൾ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ശശിധരനോട് ചോദിച്ചു 2024 ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആരാകുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നേ പറഞ്ഞു നരേന്ദ്രമോദി. ഞാൻ BJP പോയ എന്നോട് ആരും ചോദിക്കുന്നു. കാര്യം കിട്ടി. സാർ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ പറഞ്ഞ ഒരു കാര്യം, അടൂർ പ്രകാശ് മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ മറുപടി ഞാൻ പറയാം. ഒരു വികസന രേഖ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക്ലെറ്റ് അടിച്ച് ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. അടൂർ പ്രകാശ് വസ്തുതാപരമായി പറയുകയല്ല, എഴുത്തായിട്ട് റെക്കോർഡിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, BJPക്കോ CPM-നോ വസ്തുതാപരമായി ഇത് ഖണ്ഡിക്കുവാൻ സാധിക്കും? ഇവിടെ പറയുന്നു പിന്നെ കോൺഗ്രസ് ജയിച്ച പിന്നെ BJPയിലോട്ട് പോകും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളി, അൽഫോൺസ് കണ്ണന്താനം, മാർക്സിസ്റ്റുകാരെ വോട്ട് പിടിച്ച് ജയിപ്പിച്ച കണ്ണന്താനം എവിടെയാണ് നമ്മൾ കണ്ടു? മോദിയുടെ മന്ത്രിസഭയിൽ ടൂറിസം സഹമന്ത്രിയായിട്ട് നമ്മൾ കണ്ടവരാണ്. അല്ലേ? പിണറായി വിജയനും ഈ കണ്ണന്താനവും ഒരേ വെള്ളത്തെ യാത്ര ചെയ്ത കുട്ടനാട് ഈ ജനത കണ്ടവരാണ് ഈ മാധ്യമങ്ങളിലൂടെ. നിങ്ങൾക്ക് എന്താണ് പറയാൻ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കർണാടകത്തിൽ ദേവഗൌഡയുടെ പാർട്ടി ഇവിടെ LDF-ന്റെ കൂടെയാണ്. നിങ്ങൾക്ക് പുറത്തുള്ള ധൈര്യമുണ്ടോ? നട്ടലുണ്ടായോ? മറ്റൊന്ന്, മഹാരാഷ്ട്രയില് NCPയുടെ അജിത് പവാർ വിഭാഗം അവരെ BJPയെ പിന്തുണയ്ക്കുന്നു. ഇവിടെ ആരെ കൂടെയാ? ഇവിടെ ആരോ LDF-ന്റെ കൂടെ. നേരത്തെ പ്രഖ്യാപിച്ചു കേരളത്തിൽ 2 സീറ്റ് മത്സരിക്കും. ഏതൊക്കെയെന്നറിയോ? ഒന്ന് പാലക്കാട്, ഒന്ന് ആറ്റിങ്ങൽ. ഇപ്പൊ അവര് മത്സരിക്കുന്നില്ല. ആര് വന്നില്ല സഖ്യം? ഈ ഇടതുപക്ഷ സഖാക്കളും BJPക്കാർ വ്യക്തമാക്കും. പഞ്ചായത്തിൽ 27,000 ജനങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദിവാസി ജനങ്ങളെ പ്രതിനിധിച്ച് കഴിഞ്ഞ 30 വർഷം കൊണ്ടിരിക്കുക. എനിക്ക് ചോദിക്കേണ്ട കോൺഗ്രസ് പ്രതിനിധിയായ അടൂർ പ്രകാശിലൂടെ ഇടതുപക്ഷ പ്രതിനിധിയായ നിങ്ങൾ ഈ സമുദായത്തിന് എന്താണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്? അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷം ഇവിടെ ഭരിച്ച് ഇപ്പോഴും കൊണ്ടുവന്ന സെറ്റിൽമെന്റിൽ 1 ലക്ഷം രൂപ ഒരു സീറ്റായിട്ട് വഴിയാൽ മതിയാ. ഞങ്ങളുടെ നിലവാരങ്ങൾ നടക്കാനും വിദ്യാഭ്യാസം ഉന്നത നിലവാരം എത്താൻ വേണ്ടി ഒരു പാലം കഴിഞ്ഞ 25 വർഷം ഇവിടെ കാർത്തിയം ഭരിച്ച്, 5 വർഷം മോഹൻ ഭരിച്ചു, 30 വർഷം 4 ടൈം സമ്പത്ത് 20 വർഷം ഭരിച്ചു. 5 സോറി, നിങ്ങൾ അകഴിഞ്ഞ തരത്തിലുള്ള പ്രസംഗങ്ങളിലെ പറയുന്നത് അദ്ദേഹത്തെ പറഞ്ഞു. നിങ്ങൾ കാണണം മണ്ഡലത്തിലെ വിഷയങ്ങളും ദേശീയ വിഷയങ്ങളും കർഷകരുടെ വിഷയങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിഷയങ്ങളും ചർച്ചയാകുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. ചോദ്യങ്ങൾക്ക് മൂർച്ച കൂടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് റിപ്പോർട്ട് കുരുക്ഷേത്രം തത്സമയം. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. റിപ്പോർട്ട് 2000
പഴയതിൽ കൊടുക്കണമെന്നായിരുന്നു. ഏത് ആരും ലാസ്റ്റ് മൊമെന്റിൽ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ആ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തു? ഈ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു. അതായത് വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, യു ക്യാൻ ഗോ ഹെഡ് വിത്ത് വാട്ട് എവർ ദ സർക്കുലർ എന്നായിരുന്നു കെ രാജു എഴുതിയത്. അതനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോഴാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ നാടകം തുടങ്ങിയത്. സത്യാവസ്ഥ നിയമത്തിരിക്കുമ്പോൾ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കിയത് ഇവിടുത്തെ തെറ്റായ റിപ്പോർട്ടാണെന്നുള്ളതാണ്. ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് സർക്കാർ. അപ്പൊ ബഫർ സോൺ വിഷയത്തിൽ അത് ലഘൂകരിക്കാൻ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിന് അനുകൂലമായി മലയോര കർഷകരോട് ഓക്കെ എന്താ സാധ്യത? ആര് വരും? എന്തുകൊണ്ട് ബി ജെ പി? മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ടോ? അതോ പിണറായി സർക്കാരിന്റെ രാഹുലിന്റെ ഗ്യാരണ്ടിയിലാണോ വിശ്വാസം? മോദിയുടെ ഗ്യാരണ്ടിയിലാണ് വിശ്വാസം. ആണ്. മോദി സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നു എന്ന് UDF പറയുന്നത് ശരിയാണോ? ഇല്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ സുരക്ഷയായിരിക്കും. രാഹുൽ ഗാന്ധി കൊടി ഉയർത്തിയില്ല. അതാണ് ചോദ്യം. അത് പറയുന്നത് രാജേഷ് എന്താ സാധ്യത? മതേതരത്വ പാർട്ടിയായിട്ടുള്ള UDFന്റെ അടൂർ പ്രകാശ് കഴിഞ്ഞ കൂടും. ഓക്കെ, എന്താ സാധ്യത? ഇവിടെയാണ് എന്തുകൊണ്ട്? എന്തുകൊണ്ട് 2019 അടൂർ പ്രകാശ് മത്സരിച്ച് ജയിച്ചു പോയ ശേഷം വാഴ നടുന്നത് പോലെ 2-3 ലൈറ്റ് ഇടാൻ വേണ്ടി അറിഞ്ഞിട്ടില്ല. ഈ 5 വർഷം മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. ആണോ? അടൂർ പ്രകാശ് നോക്കൂ. ഓക്കെ, ആണോ? എന്താ മണ്ഡലത്തിലെ സാധ്യത? 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എന്തുകൊണ്ട്? 5 വർഷം ഇവിടെ MP ഇല്ലാത്ത ഒരു തീരാ ദുഃഖം നാളെ അനുഭവിക്കുകയാണ്. ഒരു യൂണിറ്റ് ഷെഡ് പോലെ ഈ MP യെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയ സുഹൃത്തെ, ഒരു പഞ്ചായത്ത് മെമ്പർ മതി. 356 ചർച്ചയിൽ പങ്കെടുത്തു. 5 വർഷം കൊണ്ട് സമ്പത്ത്. ഇവിടെ 30 ചർച്ചയിൽ പ്രകാശ് പങ്കെടുത്തു എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ പ്രളയം വന്നില്ലേ? അടൂർ പ്രകാശ് ഉണ്ടായിരുന്നോ? തീരാമാരി വന്നില്ലേ? പ്രകാശ് ഉണ്ടായിരുന്നോ? ഇവിടെ കോവിഡ് വന്നപ്പോൾ ആരുണ്ടായിരുന്നു? ജീവിതത്തിൽ പ്രകാശം പ്രകാശം അല്ലെ ഇരുട്ടായിരുന്നു 5 വർഷം അടൂർ പ്രകാശ്. അപ്പൊ മണ്ഡലത്തിൽ എന്താ സാധ്യത? കൂടുതലൊന്നും പറയുന്നില്ല. ആശുപത്രി എത്തുന്നതിന് പ്രസവിക്കും. പകരം ആര് വേണം? ഇനി BJP വേണം. BJP വന്നാൽ ഈ റോഡിൽ കൂടെ പോകാൻ പെട്രോൾ അടിക്കണ്ടേ? ആര് പൈസ കൊടുക്കും? ഡീസൽ എത്രയായിരുന്നു? അപ്പൊ 2014 55 രൂപ ആയിരുന്നില്ലേ? മൈക്ക് ആശുപത്രി റോഡ് മാത്രം. സാധ്യതയാണോ സാധ്യത? അതോ അടൂർ പ്രകാശോ? പറഞ്ഞേ, എന്താ സാധ്യത? BJPക്ക് എന്തുകൊണ്ട്? കോൺഗ്രസിന്റെ ഒരു സുഹൃത്ത് നേരത്തെ പറഞ്ഞിട്ട് വികസന പത്രിക, ഈ വികസന പത്രികയിൽ മൊത്തം അച്ചടിച്ച് വെച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ പദ്ധതികളാണ്. കേരള സർക്കാരിന്റെ പദ്ധതികളാണ്. ഇനി ഇവിടെ വെയിറ്റ് ഷെഡ് ഉണ്ടാക്കി അങ്ങനെ പറഞ്ഞിട്ട് വ്യാജ പ്രകടനമാണ്. അത് ഒരിടത്തും വെയിറ്റ് ഷെഡ് ഇല്ല. ഞങ്ങൾ നേരിട്ട് പോയി അറിഞ്ഞ കാര്യമാണ്. ഈ സമ്പത്ത് ഉണ്ടായിരുന്നപ്പോൾ ഇപ്പൊ പല സ്ഥലങ്ങളിലും വെയിറ്റ് ഷെഡ് മണ്ഡലത്തിലെ വികസനം നോക്കി അടൂർ പ്രകാശിന് സാധ്യതയില്ല. ഓക്കെ, എന്താ മലയോര കാർഷിക മേഖല കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന മലയോരം ഈ 2 മുന്നണികളുടെയും MP-മാർ മണ്ഡലം പ്രതിനിധിച്ചു. ഇവർ അതിനു വേണ്ടി ഒരു ചെറുവിരൽ അടക്കിയിട്ടില്ല. അതൊന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് കായികമായി പരിശീലനം നൽകുന്ന സ്റ്റേഡിയം വളരെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ആവശ്യമാണ്. ഈ നാട്ടിൽ അതിനുവേണ്ടി ശ്രമം ഇവർ നടത്തിയില്ല. നല്ല പണ്ടുള്ള ഈ നാടിൽ വികസനം വരണമെങ്കിൽ നരേന്ദ്രമോദി അതായത് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ്. അതിന് അനുകൂലമായി ജയിച്ചാൽ മാത്രമേ ഈ മണ്ഡലത്തിന് പണ്ടത്തെ വികസനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ബി മുരളീധരൻ ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാവും. ഒരു കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മന്ത്രി തന്നെയാവും. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP ആയിട്ട് തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം കൊടുത്ത നരേന്ദ്രമോദിജി അദ്ദേഹത്തിന് ക്യാബിനറ്റ്. ഈ മോദിയുടെ ഗ്യാരണ്ടിയിലൊക്കെ വിശ്വാസമുണ്ടോ? തീർച്ചയായും വിശ്വാസമാണ്. ആയിരക്കണക്കിന് പദ്ധതികളുടെ പാവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. ഒരു സംശയവും പട്ടിണിയുടെ കാര്യത്തിൽ നമ്മൾ താഴെ പോയല്ലോ. എന്താ കാര്യം? കോവിഡ് കാലത്ത് പോലും ഒരാളിനെ പട്ടിണിയിടാതെ സംരക്ഷിച്ച ഗവൺമെന്റാണ്. ഓക്കെ, എന്താണ് സാധ്യത?
ഭൂരിപക്ഷത്തിൽ ഈ മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം അതിനെതിരെയാണ് ഈ ഗവൺമെന്റ് ഭരിച്ച ശേഷം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഞങ്ങളൊക്കെ BJP ആയിട്ട് 10-40 ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിവിടെ പറയണം. ഒരാൾ ജയിച്ചിരിക്കും 3 പേരില്. അതിൽ ഞങ്ങൾക്ക് വിശ്വാസം അടൂർ പ്രകാശാണ്. ഇവിടെ പലരും പറയുന്നുണ്ട് അടൂർ പ്രകാശ് ISROയുടെ സ്ഥലത്തിന്റെ കാശ് വാങ്ങി കൊടുത്തത് ആരാണെന്ന് നോക്കണം. ഇവിടെ എന്താണ് ഈ കൊച്ചി ഈ ഗ്രാമപ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്ന സമ്പത്ത് ഉൾപ്പെടെയുള്ള MP എന്ത് കൊണ്ടുവന്ന് എന്നുകൂടി പറയാം. നമ്മളെ ഈ നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇവിടെ വടക്കേന്ത്യയോടുകൂടി നോക്കണം. അവിടെ പള്ളികൾ നട്ടുടയ്ക്കുന്നു, ജയ് ശ്രീരാം വിളിക്കുന്നു. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്ന് പറയണം. കാരണം പെട്രോളിന്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു, പാചകവാതകത്തിന്റെ ഗ്യാസിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുന്നു. 400 രൂപയ്ക്ക് ഉണ്ടായിരുന്ന 1200 രൂപയായി. ഈ വില നിയന്ത്രണമൊക്കെ കളഞ്ഞത് കോൺഗ്രസിന്റെ കാലത്താണ്. അല്ലല്ല, കോൺഗ്രസിന്റെ കാലത്തല്ല. രണ്ടു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്ന്, അടൂർ പ്രകാശ് മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഒരു വിഭാഗം വോട്ടർമാർ പറയുന്നു. വികസന പത്രികയിൽ പറയുന്നത് സംസ്ഥാനം നടപ്പിലാക്കിയ വികസനത്തിന്റെ രേഖകളാണെന്ന് പറഞ്ഞു. വി മുരളീധരനെ കുറിച്ചും വി ജോയിയെ കുറിച്ചും വോട്ടർമാർക്ക് പ്രതീക്ഷയുണ്ട്. എന്താണ് മറുപടി? ഇവിടെ അടൂർ പ്രകാശ് നടത്തിയ വികസന പ്രവർത്തനം നമുക്ക് ഇവിടെ തൊട്ട് കാണിക്കാൻ കഴിയും. തൊട്ടടുത്ത് പോയാൽ വിജയ്, കോണക്കാട്, കരിപ്പാലം, മുട്ടറോഡ്, മണലി, ഇവിടെ എല്ലാം വെയിറ്റിംഗ് ഷെഡുകൾ. ഇവിടെ വർക്കല റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് 113 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത വികസനം അതിനുവേണ്ടിയുള്ള പണം അനുവദിച്ചു. കഴിഞ്ഞ അത് എത്രയോ കാലമായി മുടങ്ങി കിടന്ന പദ്ധതിയാണ്. അത് പുനരാരംഭിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ISROയിൽ ഭൂമി ഏറ്റെടുത്ത ആളുകൾക്ക് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ 68 കോടി രൂപ. ഇതുപോലുള്ള ഈ നിയോജകമണ്ഡലത്തിലുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ എത്രയോ കാലമായി ഭാരതത്തിൽ നിന്നും വിഭജിച്ചു പോയ ചില രാജ്യങ്ങളുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ തുടങ്ങിയ രാജ്യങ്ങളിലെ അഫ്ഗാനിസ്ഥാൻ വിഭജിച്ചു പോയി. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇത് 2 രാജ്യങ്ങൾ. പാകിസ്ഥാനും ബംഗ്ലാദേശും. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പാഴ്സികളുണ്ട്, സിഖുകാരുണ്ട്, ജൈനന്മാരുണ്ട്, ജൂതന്മാരുണ്ട്. ഇങ്ങനെയുള്ള അവിടത്തെ മതന്യൂനപക്ഷം മതപീഡനം നേരിടുന്നു. അവരെ സംരക്ഷിക്കാൻ, അവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ പ്രകാരം പൗരത്വം സംബന്ധിച്ച്
സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് അധികാരമുണ്ട്. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി അവരുടെ നയം അനുസരിച്ച് ആ കാര്യം ബിജെപിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാ ഈ കാര്യങ്ങൾ ഏകീകൃത സിവിൽ കോഡ് അടക്കം പൗരത്വ ഭേദഗതി നിയമം അടക്കം പാർട്ടിയുടെ ബിജെപിയുടെ പ്രകടന പത്രിക ലത്തീൻ കത്തോലിക് വിഭാഗത്തിന് വളരെ നിർണായകമായ സ്വാധീനമുള്ള മേഖലയാണ്. ഇന്ന് അവിടുത്തെ ബിഷപ്പിന് ഏറ്റവും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വിവിധ സമരത്തിന് ശേഷം നിങ്ങൾ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. ഇഡിയെ വിട്ട് നിങ്ങൾ ബിഷപ്പുമാരെ ഭീഷണിപ്പെടുത്തുന്നു. ഇഡിയുടെ അന്വേഷണം വരുന്നത് ബിഷപ്പുമാരുടെ നേർക്ക് മാത്രമല്ല, ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അതുകൊണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അശോക് ചവാൻ തട്ടിപ്പുകാരാണെന്ന് നിങ്ങൾ പ്രചരണം നടത്തിയിട്ട് നിങ്ങളുടെ പാർട്ടി ചേർന്നപ്പോ പുള്ളി അന്വേഷണം നടക്കും. കോൺഗ്രസ് ആവശ്യപ്പെടുന്നു പിണറായി അകത്താക്കണമെന്ന്. കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടുമ്പോൾ അത് നടന്നിരിക്കും. സുരേഷ് കുമാറെ, ഈ മണ്ഡലത്തിലെ വികസന ചൂണ്ടിക്കാട്ടിയാൽ അടൂർ ഓരോ മണ്ഡലത്തിലും ഓരോ ഗ്രാമത്തിലും പൊക്കവിളക്കാണെങ്കിലും വെയിറ്റിംഗ് ഷെഡ് ആണെങ്കിലും അടൂർ പ്രകാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മിനിമാസ് ലൈറ്റും ഒന്നോ രണ്ടോ വെയിറ്റിംഗ് ഷെഡും അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ പട്ടി കഴിക്കാതെ ഈ നഗരത്തിലൂടെ പോകാൻ വെളിച്ചം വേണ്ടേ? അത് കൊണ്ടുവന്നില്ലേ അടൂർ പ്രകാശ്? മിനിമാസ് ലൈറ്റ് അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കയർ മത്സ്യബന്ധന കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത യൂണിറ്റുകൾ സ്ഥാപിക്കും. ഒരെണ്ണം സ്ഥാപിച്ചിട്ടുണ്ടോ? 25 വർഷമായി പൂട്ടിക്കിടന്ന ആറ്റിങ്ങൽ സ്റ്റീൽ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സംസ്ഥാന സർക്കാരാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എം പി പ്രകടന പത്രിക ആരംഭിച്ചിട്ടില്ല. കടക്കാവൂർ ചിറയൻകീഴ് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ എക്സലേറ്ററും വിശ്രമ കേന്ദ്രവും സ്ഥാപിച്ചിട്ടില്ല. മലയോര റെയിൽവേ കൊണ്ടുവരും, സ്ഥാപിച്ചിട്ടില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരനാവും. അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രകടന പത്രികയിലെ ഈ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ്. ഒരെണ്ണം പോലും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മേൽ സാധിച്ചു കൊടുക്കാൻ മോഹന വാഗ്ദാനങ്ങൾ, പിന്നെ എന്തിനീ പൊള്ളയായ വാഗ്ദാനങ്ങൾ? ഇവിടെ പ്രിയങ്കരനായ സമ്പത്ത് എം പിയെ സംബന്ധിച്ച് ഒരു താരതമ്യം. ഇവിടെ കമ്പ്യൂട്ടർ ലാബ് സ്കൂളുകൾക്ക് പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്നത് 47 കമ്പ്യൂട്ടർ ലാബുകൾ കഴിഞ്ഞ 5 വർഷക്കാലം അടൂർ പ്രകാശിന്റെ സംഭാവന പട്ടപൂജ്യം. ഗ്രന്ഥശാല കെട്ടിടങ്ങൾ സമ്പത്തിന്റെ കാലത്ത് 8, അടൂർ പ്രകാശിന്റെ കാലത്ത് 0. പട്ടികജാതി പട്ടികവർഗ പഠനമുറികൾ സമ്പത്തിന്റെ കാലത്ത് 9, അടൂർ പ്രകാശിന്റെ കാലത്ത് 0. റോഡുകൾ, പാലങ്ങൾ 54 സമ്പത്തിന്റെ കാലത്ത് 3 അടൂർ പ്രകാശിന്റെ കാലത്ത്. ആശുപത്രികൾക്ക് ആംബുലൻസ് 25 സമ്പത്തിന്റെ കാലത്ത് അടൂർ 5 വർഷത്തെ കാര്യമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 5 വർഷത്തെ കാര്യമാണ്. ആംബുലൻസ് സർക്കാർ ആശുപത്രികൾക്ക് ആംബുലൻസ് 25, അടൂർ പ്രകാശിന്റെ കാലത്ത് 1. വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിദുരയിൽ നിന്നുമാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. കായലിൽ വലയെറിയുന്ന മനുഷ്യരുണ്ട്, കയറുപിരിക്കുന്ന മനുഷ്യരുണ്ട്, റബ്ബർ മരങ്ങളിൽ ടാപ്പ് ചെയ്ത് ഉപജീവനം കഴിക്കുന്ന മനുഷ്യരുണ്ട്, മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകരുണ്ട്, നഗരങ്ങളിൽ ജീവിക്കുന്ന മന്ത്രമുണ്ട്. ഈ രാഷ്ട്രീയ സങ്കീർണമാണ്. ചോദ്യത്തിലേക്ക് വോട്ടർമാർ പറഞ്ഞോട്ടെ, എന്താ സാധ്യത? അഭ്യർത്ഥന ചോദ്യം. ആൾക്കാർ കാണുന്നുണ്ട്.
എന്താ സാധ്യത? അല്ല, സാധ്യത ഇവിടെ ഇടതുപക്ഷത്തിന് തന്നെയാണ് സാധ്യത, 100%. ഇവിടെ നിൽക്കുന്ന കോൺഗ്രസിന്റെ ആൾക്കാരും ബി ജെ പിയുടെ ആൾക്കാരും രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട്. അടൂർ പ്രകാശിന് വേണ്ടിയിട്ട് ബി ജെ പി വോട്ട് മത്സരമായിട്ട് ഒരു ഡീല് നടന്നിട്ടുണ്ട്. ആ ഡീലിന്റെ പുറത്തുള്ള ഒരു വോയിസ് റെക്കോർഡ് റിപ്പോർട്ടർ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഇവിടത്തെ ഡീലാണോ എന്നറിയാം. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഡ്വക്കേറ്റ് വി ജോയ് ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടും. ജനങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം അത് വീണ്ടും തിരുത്താനുള്ള അവസരമാണ് ഈ മണ്ഡലത്തിൽ. എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് 2 ദിവസം മുമ്പ് ഒരു പ്രസ്താവന നടത്തി. എന്തുകൊണ്ട് പിണറായി വിജയൻ എടുത്ത് അകത്തിടുന്നില്ല? സ്വന്തം അളിയൻ ഒരുപാട് കോടി രൂപ 170 രൂപ എന്തുകൊണ്ടാണ് അളിയനെ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്? അല്ലെങ്കിൽ ഇഡിയെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് കൊണ്ടുവരാത്തത്? ഇനി ഒന്നുകൂടെ ഇതേപോലെ തന്നെയാണ് ആന്റണിയുടെ മകനും പിന്നെ മുരളീധരന്റെ സഹോദരി തമ്മിൽ വ്യത്യാസമില്ല. പിന്നെ എന്തിനാണ് കോൺഗ്രസ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമില്ല. ഈ 3 പാർട്ടികളെടുത്തോട് പറയാനുള്ളത് പറയാനെന്ന് പറഞ്ഞാൽ പുളിമൂട് പോയി തൊളിക്കുള്ള റോഡ് ഒന്ന് ശരിയാക്കി തന്നു അദ്ദേഹം 10 വർഷം മുമ്പ് ഇന്ത്യ വരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചില്ല? ഈ അടുത്ത സമയത്ത് നിങ്ങളെപ്പോലെ ഒരു പത്രപ്രവർത്തകൻ സമ്പത്തിന് വേണ്ടി ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ തോറ്റത്? പുള്ളി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് വോട്ട് പിടിച്ചത് കൊണ്ടാണ് ഞാൻ തോറ്റത്. അങ്ങനെയാണെങ്കിൽ ജോയി ഔട്ട്. അപ്പൊ പിന്നെ മത്സരം ബി മുരളീധരനും പ്രകാശും തമ്മിലാണ്. $15 ലക്ഷം കിട്ടിയോ? മോഡി പറഞ്ഞ പെട്രോളിന്റെ വില പറഞ്ഞോ? ഡീസലിന്റെ വില പറഞ്ഞോ? ഈ ബോളക്കാരെ നശിപ്പിക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ. ചോദിക്കാനുള്ളത് നമ്മുടെ MLA എന്ത് ചെയ്ത ബോളക്കാട് എസ്റ്റേറ്റിന് വേണ്ടി ചോദിക്കാൻ അടൂർ പ്രകാശിന്റെ പ്രതിനിധിയാണ്. ഈ ബോളക്കാട് എസ്റ്റേറ്റ് 3 ലൈറ്റ് കൊണ്ട് വെച്ചാൽ മതിയോ? കഞ്ഞി കുടിക്കേണ്ട ജനങ്ങൾക്ക് ഇടതുപക്ഷം മത്സരിക്കുന്നുണ്ട്. ചിഹ്നം നിലനിർത്താനാണ്. അത് തമിഴ്നാട്ടിൽ 2 സീറ്റ് കിട്ടും. അത് ഞങ്ങളുടെ കോൺഗ്രസിൽ നിന്നുണ്ട്. കേരളത്തിൽ 1 സീറ്റും കിട്ടൂല. ഇന്ത്യയിൽ 2 സീറ്റ് അല്ല, ഇവിടെ രാഹുൽ ഗാന്ധിയെ വളരെ വിമർശിക്കുകയാണ് പിണറായി വിജയൻ. എന്നാൽ നരേന്ദ്രമോദി വിമർശിക്കുന്നില്ല. കേവലം 540 പാർലമെന്റിൽ 30 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന പിണറായി വിജയന്റെ പ്രധാനമന്ത്രി കേന്ദ്ര വ്യക്തമാക്കിയിട്ട് രാഹുൽ ഗാന്ധി വിമർശിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയുന്നത്. 404 സീറ്റിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഇന്നിപ്പോ എവിടെയാണ് മൂക്കും കുത്തി കിടക്കണമെന്നുള്ളത് അനിയൻ ആദ്യം മനസ്സിലാക്കണം. 404 സീറ്റിന്റെ പിൻബലത്തോടുകൂടി ഇന്ത്യ മഹാരാജ്യത്ത് 1984 CPM-ന്റെ കയ്യിൽ നിന്ന് കിട്ടിയ 12 സീറ്റിന്റെ CPM-ന്റെ കയ്യിൽ നിന്നും പിട്ട യാചിച്ചു വാങ്ങിയ 12 സീറ്റുമായി രാജസ്ഥാനിലെ ശിക്കാർ സീറ്റ് നിങ്ങൾ ഭിക്ഷ വാങ്ങിച്ചാണോ? ഇല്ല NDA മുന്നണി. എന്തുകൊണ്ട് ബി ജോയ് ജനകീയനായ ഈ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ്, 2 പ്രാവശ്യം അടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം, എന്നെ ആര് പരാജയപ്പെടുത്താനെന്ന് വെല്ലുവിളിച്ചു നിന്ന വർക്കലക്കാരനെ 3 തവണ തുടർച്ചയായി ജയിച്ചു നിന്ന വർക്കലക്കാരനെ എല്ലാം പ്രാവശ്യം 10 ഇരട്ടിയായി ഭൂരിപക്ഷം വർദ്ധിച്ച് നിയമസഭയിലേക്ക് നടന്നു കയറിയ സഖാവ് വി ജോയ് ഈ പാർലമെന്റിൽ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി
സമ്മാനിക്കാൻ ഗുജറാത്ത് ആവർത്തിക്കാൻ രാഹുൽ ഗാന്ധി ഇവിടെ വികസനത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. ഞങ്ങൾ ചെയ്ത വികസനം, അടൂർ പ്രകാശ് ചെയ്ത വികസനം, UDF കാലത്തിൽ ചെയ്ത വികസനം, അതെല്ലാം രേഖയായി ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ അതേ MLA ആയിരുന്നു. എന്ത് വികസന പ്രവർത്തനമാണ് ഇവിടെ ചെയ്തതെന്ന് ചോദിക്കട്ടെ. അവിടെ ഒരു ബോട്ടിൽ ഉണ്ടാക്കി കോടികൾ കടലൊഴുകി പോയി. അവിടെ വ്യക്തിപ്പിച്ച വികസനമാണ്, അഴിമതിയുടെ വികസനമാണ്. 35 കോടി രൂപ എടുത്ത് അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി. സ്റ്റേഡിയം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ അഴിമതിയുടെ വികസനമാണ് ജോയി നടത്തിയിട്ടുള്ളത്. പിന്നെ കേന്ദ്രമന്ത്രിയോട് മത്സരിക്കുന്നു. കേന്ദ്രമന്ത്രിക്ക് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? അദ്ദേഹം ഇത്രയും കാലം കേന്ദ്രമന്ത്രിയായിരുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു വികസനം തുടങ്ങിയോ? ഒരു പെട്ടികളോട് ഒരു ലൈറ്റ് ഉണ്ടാക്കിയോ? ഒരു കാര്യം ചെയ്തോ? അപ്പൊ ഇതൊന്നുമില്ലാതെ ഇവിടെ ഏതെങ്കിലും ചർച്ചയിൽ തന്നെ വ്യക്തമായത് ഒരു പ്രതിപക്ഷ MP അവിടെ ജയിച്ചു പോയിട്ട് യാതൊരു കാര്യമില്ലാത്തതാണ്. ഇവിടെ മത്സരിക്കുന്ന അടൂർ പ്രകാശോ V ജോയിയോ രണ്ടുപേരും മിടുക്കന്മാരാണ്. അവർ രണ്ടുപേരെ ആര് ജയിച്ചു പോയാലും കേന്ദ്രത്തിൽ പോയിട്ട് യാതൊന്നും ചെയ്യാനില്ല. അവരിവിടെ നല്ല MLA, നല്ല മന്ത്രിയായിട്ട് അവരോട് നിൽക്കട്ടെ. കേന്ദ്രത്തിൽ V മുരളീധരൻ ഒറ്റ കാര്യം, കർഷക സമ്മാന നിധി എന്ന് പറയുന്ന ഒറ്റ പദ്ധതിയില് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ നിൽക്കുന്ന ആൾക്കാർക്കടക്കം 2,34,053 കുടുംബങ്ങൾക്ക് 6,000 രൂപ വെച്ച് സഹായം ആറ്റിങ്ങൽ ഉജ്ജ്വൽ ഗ്യാസ് യോജനയായാലും അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളാണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് കുരുക്ഷേത്രം തത്സമയം. എല്ലാ പ്രശ്നങ്ങൾക്കും ശുഭരാത്രി. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ വിദ്ര ബൈ സജീഖ്.